ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നതായ വചനമെന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 36 വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ വിഷയം എന്ന് പറയപ്പെടുന്നത് ദൈവ ഇഷ്ടത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ നിരവധി സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നാം ദൈവ ഇഷ്ടത്തിനനുസരിച്ചാണോ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെതായ ഇഷ്ടം നിറവേറ്റുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമുക്കറിയാം, ഗെത്സമനയിൽ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും മാറ്റണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ പ്രതികൂലങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മരണത്തിന് വിധേയമായി മാറാം. എങ്കിലും നാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവ ഇഷ്ടം ആണ് നിറവേറ്റപ്പെടേണ്ടത്. കാരണം ഇന്ന് നമ്മളായിരിക്കുമ്പോൾ, കാരണം ഇന്നീ സംഭവിക്കുന്നതായ സംഭവങ്ങളെന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയാത്തതായ സംഭവങ്ങളാണ് ലോകത്തിൽ സംഭവിക്കുന്നത്. അപ്പോഴും നമുക്ക് തന്നെ നമ്മുടെ വിശ്വാസത്തിന് പോലും കോട്ടം തട്ടുന്നതായ തരത്തിലുള്ളതായ സംഭവങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സഭയിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും ദേശത്തിലായിരുന്നാലും വ്യക്തികളുടെ ഇടയിലായിരുന്നാലും കുടുംബങ്ങളിലായിരുന്നാലും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്ത മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മരണം വരെ നിൽക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പൗലോസ്, പത്രോസ്, യോഹന്നാൻ കർത്താവിന് വേണ്ടി ജീവിച്ചവരൊക്കെയും അവരുടേതായ ജീവിതങ്ങളെ പലപ്പോഴും കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ജീവനെ പോലും നൽകപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെയും ജീവിതത്തിൽ കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റി തരും. നമുക്കറിയാം, ഈ ഭൂമിയിൽ നമ്മൾ വന്ന അന്നു മുതൽ ഇതുവരെയും ദൈവം നമ്മെ കാത്ത് സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കാത്ത് സംരക്ഷിക്കുന്നത്? നമുക്കറിയാം, നിരവധി പേര് ഇന്ന് പ്രാർത്ഥിക്കാതെ ദൈവത്തിന് സമർപ്പിക്കാതെ ഇന്ന് പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ കഴിയും. അവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും ലഭിക്കാറില്ല. എന്നാൽ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, വചനം പഠിക്കുമ്പോൾ പറയുന്നത് ദൈവ ഇഷ്ടമനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുക എന്നുള്ളതാണ്. കാരണം വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ച് കളയുന്നവന്റെ പ്രാർത്ഥന പോലും ദൈവത്തിന് വെറുപ്പാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പ്രാർത്ഥന ദൈവ ഇഷ്ടപ്രകാരമുള്ളതാണോ? ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് പലപ്പോഴും പലരും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നമുക്കറിയാം, നാം പഠിക്കുമ്പോൾ പരീക്ഷന്റെയും ചുങ്കക്കാരൻ്റെയും കാര്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. ആ പരീക്ഷൻ പറയുന്നതായ കാര്യം ഞാൻ നിൽക്കുന്നതായ ചുങ്കക്കാരനെ പോലെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ ആ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ, ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഒരുക്കമുള്ളവരായി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ദൈവത്തിന് സമർപ്പിക്കാതെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഇനിയുള്ള നാളുകളിൽ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയും ഞങ്ങളുടെ പ്രത്യാശയുമായിരിക്കുന്ന, ജീവന്റെ ആധാരമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, അങ്ങയിൽ നോക്കി
ദൈവമേ, പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതം ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തുതിക്കുന്നു നാഥ. പലരും രോഗങ്ങളിലും ഭാരങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലും ആയിരിക്കുന്നുണ്ട് കർത്താവെ. അവരെയൊക്കെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അവിടെ നിന്ന് നിറവേറ്റി അവരനുഗ്രഹീതരായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങൾക്കായി ജീവനെ നൽകി ഉയർത്തുന്നേറ്റിരിക്കുന്ന അരുമനാഥനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ അടിനെ അപേക്ഷിക്കുമ്പോൾ അടിൻ്റെ എളിയ യാചന അയക്കണമേ നല്ല ദൈവമേ. ആമേൻ.